സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കണ്ട വളരെ വിഷമകരമായ ഒരു വാർത്ത നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത്. എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സംഭവം നടന്നിരിക്കുന്ന കൊല്ലത്താണ് കേട്ടോ. നമുക്കറിയാം കൊല്ലത്ത് പപ്പടം കിട്ടാത്തതിൻ്റെ പേരിലും ഗ്രേവി കിട്ടാത്തതിൻ്റെ പേരിലും കറികൾ കിട്ടാത്തതിൻ്റെ പേരിലുമൊക്കെ ഓരോരുത്തരെ തല്ലുന്നതും കൊല്ലുന്നതുമായിട്ടുള്ള വാർത്തകളൊക്കെ നമ്മൾ ഈ സമീപ കാലയളവിൽ ഒരുപാട് തവണ കണ്ടതാണ്. ഞാനിത് കൊല്ലംകാരെ ഒന്നടങ്കം ഞാൻ അവഹേളിക്കുന്നതോ അല്ലെ അധിക്ഷേപിക്കുന്നതോ അല്ല. എല്ലാ ഏരിയയിലും ഉള്ളതുപോലെ തന്നെ കുറച്ച് ചെറ്റകൾ അവിടെയുമുണ്ട്. ഈ പിതൃശൂന്യന്മാരായിട്ടുള്ള പലതന്തയ്ക്ക് പിറന്നവന്മാർ അവിടെയുമുണ്ട്. അപ്പോൾ എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊല്ലത്തൊരു ക്ഷേത്രത്തിൻ്റെ ഉത്സവ പരിപാടിക്കിടയിൽ ആ ഉത്സവത്തിൻ്റെ സംഘാടകരാണെന്നാണ് ഞാൻ പല മാധ്യമങ്ങളിൽ നോക്കിയപ്പോൾ കണ്ടത്. ഇവന്മാർ ഗുണ്ടകളാണ് കേട്ടോ, വേറൊന്നുമല്ല, ഗുണ്ടകൾ തന്നെയാണ്. ഇവന്മാർ മദ്യപിച്ചുകൊണ്ടിരിക്കുകയും അതിനിടയിൽ കൂടി ഈ പറയുന്ന ക്ഷേത്രത്തിലേക്ക് പോവുകയായിരുന്ന 18 വയസ്സുകാരനായിട്ടുള്ളൊരു പയ്യൻ, ആ പയ്യനും ആ പയ്യൻ്റെ സഹോദരിയും എന്നാണ് ഞാൻ മാധ്യമങ്ങളിൽ കണ്ടത്. ചിലർ പറയുന്നുണ്ട് അമ്മയാണെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ പോകുന്ന സമയത്ത് ഈ മദ്യപ സംഘം ആ പയ്യൻ്റെ അടുത്ത് എന്തോ മോശമായിട്ട് പറയുക, അല്ല അമ്മയെടുത്തോ അല്ലെങ്കിൽ അനിയത്തിയെടുത്തോ എന്തോ മോശമായിട്ട് പറയുകയും അത് കേട്ടപ്പോൾ ആ പയ്യൻ തിരിച്ചെന്തോ ഇവരെ പറഞ്ഞത് ഇവരെ വലിയ രീതിയിൽ ചൊടിപ്പിച്ചു. അപ്പോൾ ഈ തന്തയ്ക്ക് പറക്കാത്തവന്മാരെന്താ ചെയ്തതെന്ന് അറിയാവോ? ആ പയ്യനെ ഈ 40-50 വയസ്സുള്ള കിഴങ്ങന്മാരായിട്ടുള്ള കിളവന്മാരാണ് നിങ്ങൾ ഓർക്കണം. ഇവന്മാർ ആ പയ്യനെ കൂട്ടം കൂടി അവിടെ ഇട്ട് മർദ്ദിക്കുകയാണ് ചെയ്തത്. 10 പേരോളം ഉണ്ട് കേട്ടോ. ഈ 10 പേര് ആ ഒരു പാവം പിടിച്ചൊരു 18 വയസ്സുകാരൻ പയ്യനെ അവിടെ പട്ടിയെ തല്ലുന്നതിനേക്കാൾ ദയനീയമായിട്ടുള്ള രീതിയിൽ അവിടെ ഇട്ട് തല്ലി. ആ തല്ലുക മാത്രമല്ല, ചവിട്ടുന്നു, അവൻ്റെ തലയിൽ പലതവണ അടിക്കുന്നു. അത് വെറുതെ കൈകൊണ്ട് അടിക്കുകയല്ലോ. ഒരുത്തൻ കൈകൊണ്ട് അടിക്കുമ്പോൾ വേറെ ഒരു മറ്റേ മോൻ ഇവനൊരു വലിയൊരു കമ്പ് എടുത്തുകൊണ്ട് വന്നിട്ട് അവൻ്റെ തലയിൽ വലിയ രീതിയിൽ അടിക്കുകയാണ്. ആ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ, ആ വീഡിയോ നിങ്ങൾ കണ്ടായിരിക്കും, എനിക്കിവിടെ കാണിക്കാൻ പറ്റത്തില്ല, കാരണം യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് അതിന് എതിരാണ്. അത് ഞാൻ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചാനലിന് സ്ട്രൈക്കും പല കാര്യങ്ങളും വരാം. അതുകൊണ്ട് എനിക്കത് കാണിക്കാൻ പറ്റത്തില്ല. ഞാൻ ന്യൂസിൽ വന്ന കാര്യങ്ങൾ നിങ്ങളെ കാണിക്കാം. ആ വീഡിയോസ് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കി അറിയാൻ പറ്റും. ആ ഒരു അടിയുടെ സൗണ്ട്, അത്രയും ആളുകൾ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കുമ്പോൾ ആ ബഹളങ്ങൾക്കിടയിലും അവൻ്റെ തലയിൽ അവൻ അടിക്കുന്ന സൗണ്ട് കേൾക്കുമ്പോൾ നമ്മുടെ നെഞ്ചിലൊരു പിടയലുണ്ടാവും. അതായത് വെറുതെ നമ്മൾ ഈ പാറപ്പുറത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു മടലൊക്കെ ഇട്ട് അടിക്കുമ്പോൾ ഒരു സൗണ്ട് കേൾക്കില്ലേ, അമ്മാതിരി ഒരു സൗണ്ടാണ്. ആ വീഡിയോ കണ്ടവർക്കറിയാം എത്രയോ ദയനീയകരമായ ഒരു അവസ്ഥയായിരുന്നു അതെന്നുള്ളത്. ആ ഒരു തന്തയ്ക്ക് പിറക്കാത്തവൻ ആ ഒരു പാവം പിടിച്ച പയ്യനെ എന്തിൻ്റെ പേരിലാണെന്ന് പറഞ്ഞാലും തല്ലിക്കൊന്നത് അത് എന്തൊരു മറ്റേ പരിപാടിയാണല്ലേ. ഈ നാട്ടിൽ ആ പയ്യൻ്റെ ഭാഗത്ത് തെറ്റുണ്ട്. ഇപ്പോൾ പല ആളുകളും മാധ്യമങ്ങളിൽ വന്നിരുന്നുകൊണ്ട് പല രീതിയിൽ ഈ കാര്യങ്ങൾ മെഴുകുന്നുണ്ട്. അതായത് ഈ പയ്യന് മറ്റുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, ഈ പയ്യൻ അങ്ങനെ ചെയ്തുകൊണ്ടാണ് ഇവന്മാർ തല്ലിയത്, അല്ലെങ്കിൽ ഈ പയ്യനെ തല്ലേണ്ട ആവശ്യകത ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പല ആളുകളും തള്ളുന്നുണ്ട്. അങ്ങനെ തള്ളുന്നവരോട് എനിക്ക് ചോദിക്കാനുള്ളത്, എന്തൊക്കെ തള്ളിയാലും ആ പയ്യൻ മോശമായിരുന്നു, ആ പയ്യൻ്റെ സ്വഭാവം അത്ര നല്ലതല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇവനെ കൊല്ലാൻ ഈ തന്തയ്ക്ക് പിറക്കാത്തവന്മാർക്ക് ആരാണ് ഈ അവകാശം നൽകിയത്? ഒരു ദൈവമാണ് നമ്മളെ ഇവിടെ ഈ ഭൂമിയിൽ സൃഷ്ടിക്കുന്നതെങ്കിൽ ആ ജീവിതം തിരിച്ചെടുക്കാനായിട്ട് ആ ദൈവത്തിന് തന്നെ അവകാശമുള്ളൂ. അല്ല ഒരു മനുഷ്യനെ ദൈവം ഏൽപ്പിച്ചിട്ടില്ല, നീ പോയി അവനെ കൊന്നിട്ട് വരണം, നിനക്കാണ് അതിൻ്റെ അവകാശം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ആ ഒരു പാവം പിടിച്ച പയ്യനെ കൊന്നതിനെ മെഴുകാനായിട്ടിരിക്കുന്ന കുറച്ചധികം ആളുകളുണ്ട്. മാധ്യമങ്ങളിലടക്കം ഒരുപാട് സ്ഥലങ്ങളിൽ ആ പയ്യനാണ് മോശമെന്ന് പറഞ്ഞുകൊണ്ട് മെഴുകുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇവന്മാരെ പറ്റി ഓർക്കുമ്പോൾ വല്ലാത്ത വിഷമമാണ്. അതിനപ്പുറത്തേക്ക് വേറെ ഒന്നും എനിക്ക് പറയാനായിട്ടില്ല. ഞാൻ എന്തായാലും ആ ഒരു വീഡിയോ നിങ്ങളെ കാണിച്ചു തരാം, എന്താണ് മാധ്യമങ്ങളിൽ വന്നിരിക്കുന്നതെന്നുള്ള ആ ഒരു വീഡിയോ നിങ്ങളെ കാണിച്ചു തന്നിട്ട് ബാക്കി വീഡിയോയിലേക്ക് വരാം. കൊല്ലത്ത് ക്ഷേത്ര ഉത്സവത്തിനിടെ ആൾക്കൂട്ട മർദ്ദനത്തിൽ ഇരയായ വിദ്യാർത്ഥി മരിച്ചു. 18-കാരനായ ഹരികൃഷ്ണന്റെ മരണം അല്പം മുൻപാണ് സ്ഥിരീകരിച്ചത്. മർദ്ദനത്തിൽ ഹരികൃഷ്ണന്റെ സഹോദരനും പരിക്കേറ്റിരുന്നു. അതിക്രൂരമായിട്ടുള്ള ആക്രമണത്താണ് 18-കാരൻ വിജയനായത്. ഒരു ഉത്സവത്തിനിടയിലുണ്ടായ വാക്കുതർക്കം. സഹോദരിക്കും സഹോദരനുമൊപ്പം ഉത്സവം കാണാൻ വേണ്ടി പോയപ്പോഴാണ് മദ്യപ സംഘം, അക്രമി സംഘം അതിക്രൂരമായി ആ കുടുംബത്തെ ആക്രമിച്ചത്. സഹോദരനും സഹോദരിക്കും സഹോദര ഭർത്താവിനും ഉൾപ്പെടെ താഴെ കാണുന്നവരാണ് ആ തന്തയില്ലാത്തവന്മാര്. ഹരികൃഷ്ണനാണ് അതിക്രൂരമായി ആ മർദ്ദനത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ തന്നെ ഒരുപക്ഷെ ഒരു തിരിച്ചുവരവിന്റെ പാത അടഞ്ഞിരുന്നു എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അത്തരത്തിൽ അപ്പോൾ തന്നെ വെന്റിലേറ്റർ സഹായത്തോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ ജീവൻ നിലനിർത്തി പോകുന്നത്. ഇന്നലെ മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചിരുന്നു. അല്പസമയത്തിന് മുമ്പ് ഡോക്ടർമാർ പറയുന്നത് ഒരു 10:05 അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം മോർച്ചറിയിലേക്ക് മാറ്റാനുള്ള നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഇന്നലെ മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒരു 10:05 അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ച് ഡോക്ടർമാർ വിധി എഴുതിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മുഖ്യപ്രതികൾ ഉൾപ്പെടെ ശക്തികുളങ്ങര പോലീസ് ഈ സംഭവത്തിൽ അറസ്റ്റ് ചെയ്തത്. ഏവരെയും ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ്. ഒരു വാക്ക് തർക്കത്തിൽ തുടങ്ങി ഒരു പട്ടിയിലെടുത്ത് ഒരു യുവാവിനെ വളഞ്ഞിട്ട് ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് പുറത്തു വന്നത്. അങ്ങനെ ഒരു 18-കാരൻ അങ്ങനെ ഒരു ആൾക്കൂട്ട ആക്രമണത്തിനിടെ ഒരു സംഘം ആൾക്കാരുടെ ആക്രമണത്തിന് ഇരയായിട്ടുള്ള ഒരു 18-കാരൻ ഇപ്പോൾ മരിച്ചതായി ഡോക്ടർമാർ സ്ഥിരീകരിക്കുന്നു. ബാക്കി നടപടികളിലേക്ക് കാര്യങ്ങൾ കടക്കേണ്ട, പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ഇനി കടക്കേണ്ടതായിട്ടുണ്ട്. ഇന്നലെ പറയുന്ന യുവാവിന്റെ മസ്തിഷ്ക മരണം സംഭവിച്ചു എന്ന് ഡോക്ടർമാർ വിലയിരുത്തിയതാണ്. ഇന്ന്
കൂടുതൽ നടപടികൾക്ക് ശേഷം അദ്ദേഹം പൂർണ്ണമായും അദ്ദേഹത്തിന്റെ ജീവൻ വെടിഞ്ഞിരിക്കുന്നു. ആ കാര്യം ഡോക്ടർമാർ വ്യക്തമാക്കുന്നു. 10:05 മരണം സ്ഥിരീകരിക്കുകയുണ്ടായെന്നാണ് ആശുപത്രി സൂപ്രണ്ട് ഉൾപ്പെടെ. ഈ ഒരു വാർത്ത കാണുമ്പോൾ നമ്മുടെയൊക്കെ നെഞ്ചൊന്ന് വല്ലാതെ ഉലയും, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ മനസ്സ് വല്ലാതെ ഒന്ന് വേദനിക്കും. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 18 വയസ്സ് മാത്രമുണ്ടായിരുന്നൊരു പയ്യനാണ് അവൻ. ആ ഒരു കുടുംബത്തിന് ഏക അത്താണിയായി ആകേണ്ടവനായിരുന്നു അവൻ. ആ കുടുംബത്തിന് വേണ്ടി എന്തും ചെയ്യാനായിട്ട് മുന്നിലേക്ക് നിന്നിരുന്നവനാണ് അവൻ. അവൻ്റെ സഹോദരിക്കും അതേപോലെ തന്നെ സഹോദരനുമൊപ്പം ആ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളോടുകൂടിയാണ് നമ്മൾ പല ആളുകളും ക്ഷേത്രത്തിലേക്ക് ദർശനത്തിന് പോകുന്നതും. ഒരുപാട് പ്രാർത്ഥിച്ചിട്ടൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടും ഒരുപാട് ഉയരങ്ങളിലെത്താൻ വേണ്ടിയിട്ടുമൊക്കെയാണ് നമ്മൾ അങ്ങനെയൊക്കെ പോകുന്നത്. എന്നാൽ അതേ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് വെച്ച് തന്നെ മദ്യപിച്ചു കൊണ്ടിരുന്ന, സ്വന്തം തന്തയാരാണെന്ന് പോലും അറിയാത്ത, പിതൃത്വം ഒരിക്കലും തെളിയിക്കാൻ പോലും കഴിവില്ലാത്ത ഈ നായിൻ്റെ മക്കള് പട്ടിയെ തല്ലും പോലെ തല്ലിക്കൊന്നത്. ഈ നാട്ടിൽ എന്ത് ചെയ്താലും ചോദിക്കാനും പറയാനും ഒരുത്തനും വരത്തില്ല എന്നുള്ളൊരു ധൈര്യമാണ് ഈ പലതന്തയ്ക്ക് പിറന്നവന്മാരെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കാൻ കാരണമായെന്ന് ഞാൻ ഉറപ്പിച്ച് ഞാൻ പറയും. കാരണം പിടിച്ചു കഴിഞ്ഞാലും 4-5 ദിവസം കഴിയുമ്പോൾ കൊടികെട്ടി ഏതെങ്കിലും വക്കീലന്മാർ വന്നിട്ട് ഇവന്മാരെ നൈസായിട്ട് അങ്ങ് ഇറക്കിക്കൊണ്ട് പോകും. അങ്ങനെ ഇറക്കിക്കൊണ്ട് പോകുമെന്നുള്ളതിൻ്റെ ഒരു ധൈര്യം അത് അവന്മാരുടെ ആ തല്ലുന്ന ഒരു തല്ലിൽ, അല്ലെ അവന്മാരുടെ ഒരു കയ്യൂക്കിൻ്റെ ഒരു ഇതിൽ കാണാൻ നമുക്ക് സാധിക്കും. അത് 18 വയസ്സുള്ള ഒരു പാവം പിടിച്ച പയ്യനെ 10 പേര് കൂടിയിട്ടാണ് കൊല്ലുന്നതെന്ന് നിങ്ങൾ ഓർക്കണം, അല്ലെ 10 പേര് കൂടിയിട്ടാണ് തല്ലുന്നതെന്ന് നിങ്ങൾ ഓർക്കണം. അതേസമയം ഒറ്റയ്ക്ക് അവൻ്റെ മുൻപിൽ പോയി നിൽക്കാനായിട്ട് മുട്ടുവിറയ്ക്കുന്ന കിഴങ്ങന്മാരായിരുന്നു ഇവന്മാരെന്നുള്ളത് നമ്മൾ ആ സമയത്ത് തന്നെ മനസ്സിലാക്കണം. അതായത് 4 ആൾ കൂടുമ്പോൾ ആണത്തം വരുന്ന, 4 ആൾ കൂടുമ്പോൾ ഉറപ്പ് വരുന്ന ചിലവന്മാരുണ്ട്. ആ കൂട്ടത്തിൽ വരുന്നവന്മാരാണ് ഈ പറയുന്ന തന്തയില്ലാത്തവന്മാർ. ഇവന്മാരാണ് ആ പാവം പിടിച്ച പയ്യനെ മൃഗീയമായിട്ട് കൊന്നത്. ഇതിന് തക്കതായ ശിക്ഷ തന്നെ കിട്ടണം. തക്കതായത് നമ്മൾ എപ്പോഴും പറഞ്ഞു വിടുന്നത് പോലെ അല്ല ഈ ഒരു കേസ്. കിട്ടാവുന്നതിനേക്കാൾ അങ്ങേയറ്റത്തെ ശിക്ഷ ഇവന്മാർക്ക് കിട്ടണം. ഇതേ രീതിയിൽ തല്ലിക്കൊല്ലാൻ തന്നെ സാധിക്കണം. അങ്ങനെ തന്നെ വേണം. അതായത് ഈ തോന്നിവാസം കാണിച്ച്, നമുക്കറിയാം ഷഹബാസ് എന്ന് പറയുന്ന ഒരു ചെറുക്കൻ്റെ ഒരു പയ്യൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, നമ്മൾ ചെയ്തിട്ടുള്ളതാണ്, ഓൾറെഡി നമ്മൾ റിയാക്ട് ചെയ്തതാണ്. ഷഹബാസിനെ മൃഗീയമായിട്ട് അവൻ്റെ കൂട്ടുകാരന്മാരല്ല, അവൻ്റെ സ്കൂളിൽ പഠിക്കുന്ന മറ്റ് ഗുണ്ടാ സംഘങ്ങൾ, 5ഓളം വരുന്ന ഗുണ്ടകൾ കൂട്ടം ചേർന്ന് ആക്രമിച്ച് തല്ലിക്കൊന്നൊരു കാര്യം നമുക്കറിയാം. നെഞ്ചക്ക് കൊണ്ട് അവൻ്റെ തലയിലടിച്ച് തലയോട്ട് പൊട്ടിച്ചാണ് അവനെ കൊന്നത്. എന്നിട്ട് ഷഹബാസെ നീ പൊരുത്തപ്പെടണം, സംഭവിച്ചതൊക്കെ സംഭവിച്ചു പോയി, നീ ക്ഷമിക്കണമേടാ എന്ന് പറഞ്ഞുകൊണ്ടൊരു വോയിസ് മെസ്സേജ് അവൻ്റെ വാട്സപ്പിലേക്ക് ഇട്ട് കൊടുത്തിരുന്നു. ആ അവന്മാരുടെയൊക്കെ അവസ്ഥ ഇപ്പോൾ എന്താണെന്ന് അറിയില്ല. ഇവന്മാരൊക്കെ നല്ല സിമ്പിളായിട്ട് പുഷ്പം പോലെ ഇറങ്ങി വരുമെന്നേ അതറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഈ പിറപ്പുകേട് ഇവന്മാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കൊച്ചു പിള്ളേരാണ് ചെയ്തതെങ്കിൽ ഇത് അവന്മാരെക്കാൾ ഇവൻ്റെയൊക്കെ മകനാവാനുള്ള പ്രായമേ ഉള്ളൂ ഈ പയ്യനെന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇവൻ്റെയൊക്കെ ഇളയ മകൻ, മൂത്ത മകനുമല്ല, ഇളയ മകനാവാനുള്ള പ്രായം മാത്രമേ ഉള്ളൂ ഈ ഒരു കുഞ്ഞിന്. എന്തെങ്കിലും വാക്കുതർക്കം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവനെ മാറ്റി നിർത്തി പറഞ്ഞ് മനസ്സിലാക്കി വിടാമായിരുന്നു. ഇനി അവൻ്റെ ഭാഗത്ത് വലിയ തെറ്റുണ്ടെന്ന് വെച്ചോ, അങ്ങനെ തന്നെ ഇരിക്കട്ടെ, പറയുന്ന ആളുകൾ അങ്ങനെ തന്നെ പറഞ്ഞു. അങ്ങനെയാണെങ്കിലും ജസ്റ്റ് ഒന്ന് മാറ്റി നിർത്തിയിടാം, മോനെ ഇങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞ് അവനെ ശകാരിച്ച് വിടാം. ഇനി അവൻ നിങ്ങളുടെ മേൽ കൈ വെച്ചു എന്ന് വെച്ചോ, അങ്ങനെയെങ്കിൽ അവൻ്റെ കൈയും കാലും കെട്ടിയിട്ട് പോലീസിനെ ഏൽപ്പിക്കാമായിരുന്നു. അവൻ്റെ സഹോദരിയും സഹോദരനും കൂടെ വരുമ്പോൾ അവർക്കെതിരെ അവരുടെ നേരെ എന്തെങ്കിലും ഇവന്മാരെ തോന്നിവാസം മദ്യപിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ അവൻ ഈ രീതിയിൽ റിയാക്ട് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ സ്വന്തം സഹോദരിയും സഹോദരനും വരുമ്പോൾ ഒരിക്കലും അവിടെ കയറി വലിയ രാജാവാണെന്ന് കാണിക്കാൻ വേണ്ടി ആരും നിൽക്കത്തില്ല. അപ്പോൾ അങ്ങനെ കൊല്ലത്തുള്ള ആളുകൾ ഇവന്മാരെയൊക്കെ മുന്നിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ വഴിയിൽ വെച്ച് തന്നെ തല്ലി കൊന്നേക്കുക. അപ്പുറത്തേക്കൊന്നുമില്ല, നമ്മുടെ നിയമം ഇവന്മാരെ സംരക്ഷിക്കുമെന്നേ. അതിനപ്പുറത്തെ ഒരു എന്താ പറയുക, നിയമം സംരക്ഷിക്കാതെ ഇവന്മാർ ഈ പരിപാടി ചെയ്യത്തില്ലല്ലോ. ഇവന്മാർക്ക് അറിയാം, ഇവന്മാർ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് റീൽസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഈ പയ്യനെ തല്ലിക്കൊല്ലുന്നത് ഞങ്ങൾക്ക് വലിയൊരു ബിൽഡപ്പാണ്. ഗുണ്ടകളൊക്കെ വലിയ രീതിയിൽ റീൽസൊക്കെ ചെയ്ത് പോകുന്നു എന്നൊക്കെ പറയുന്നത്, അത് ഗുണ്ടകൾ ചെയ്ത് പോകുന്നു എന്നല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഗുണ്ടകളെന്ന് പറഞ്ഞ് പോലീസ് കാപ്പ ചുമത്തി വിടുന്ന പല ആളുകളും നല്ല ആളുകളും ഉണ്ട്, ഇല്ലെന്നല്ല. ഇങ്ങനെയുള്ള ആളുകൾക്കിടയിലാണ് ഇവന്മാർ വിചാരിക്കുന്നത് ഗുണ്ടകൾക്ക് ഇത്രയും പ്രൊമോഷൻസ് കിട്ടുന്നു, പിന്നെ ഞങ്ങൾക്കും ചെയ്യാം, ഞങ്ങളും ഗുണ്ടകളാണ് നാളെ മുതൽ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഗുണ്ടന്മാർ കാണിച്ചു കൂട്ടിയ പരിപാടിയാണിത്. ഇതിന് നാട്ടുകാർ തന്നെ കൈവച്ച് ഇവന്മാർക്കുള്ള വിധി എഴുതണം. അതിനപ്പുറത്തേക്ക് വേറൊരു കാര്യം ചെയ്യാനായിട്ടില്ല, നാട്ടുകാർ തന്നെ വിധി എഴുതണം. ഇത് നമ്മുടെ ജനാധിപത്യ രാജ്യമാണ്, അല്ലെ നമ്മുടെ നിയമ സംവിധാന വ്യവസ്ഥയും നീതിന്യായ വ്യവസ്ഥയുണ്ട്, അതെന്തായാലും നോക്കി ചെയ്തോളും. ജനങ്ങൾ നീതി കയ്യിലെടുക്കരുത്, അതിലെ നിയമം കയ്യിലെടുക്കരുതെന്ന് പറയുന്ന രീതിയിൽ ഇതിനെ കണ്ടുവിടാൻ പറ്റത്തില്ല. ഈ തോന്നിവാസത്തിന് തക്കതായ മറുപടി അത് തല്ലെങ്കിൽ തല്ല് തന്നെ കിട്ടണം. ഈ പയ്യൻ്റെ വീട്ടുകാരുള്ളവരുണ്ടെങ്കിൽ ഇവന്മാരെ തല്ലി കൊന്നേക്കുക, പട്ടിയെ കൊല്ലും പോലെ ഏതെങ്കിലും വഴിയിലിട്ട് തലക്കടിച്ച് തന്നെ കൊന്നേക്കുക. അതിനപ്പുറത്തേക്ക് വേറെ ഒന്നും എനിക്ക് പറയാനില്ല. ഇങ്ങനെ തന്നെ സംഭവിക്കണം. ഈ തോന്നിവാസം കാണിച്ചവന്മാരെ എന്തായാലും പോലീസ് പിടിച്ചിട്ടുണ്ട്, പലവന്മാരും ഒളിവിലായിരുന്നു, അവന്മാരെല്ലാം തൂക്കിയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. എന്ത് തന്നെയാണെങ്കിലും ജനമൈത്രി ആവരുത് പോലീസെ. ഇങ്ങനെയുള്ള തോന്നിവാസങ്ങൾ കാണിച്ചവന്മാരെ എവിഡൻസ് സഹിതമാണ് കിട്ടിയിരിക്കുന്നത്, വീഡിയോ അടക്കമുണ്ട്. അപ്പോൾ അതിൻ്റെ തലയിൽ മൃഗീയമായിട്ട് അടിക്കുമ്പോൾ സൗണ്ട് അടക്കമുള്ള വീഡിയോ ആണ് വന്നിരിക്കുന്നത്. അത്രയും കോലാഹലങ്ങൾക്കിടയിലും അത്രയും ശബ്ദങ്ങൾക്കിടയിലും ആ തലക്കടിക്കുന്ന സൗണ്ട് അത്രയും ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ ആ പയ്യൻ എത്രത്തോളം വേദന അനുഭവിച്ചിട്ടുണ്ടാവും. ആ സ്പോട്ടിൽ വെച്ച് തന്നെ അവൻ മരണപ്പെട്ടിട്ടുണ്ടാവും. ആശുപത്രിയിൽ എത്തിയതിന് ശേഷമാണ് മരണപ്പെട്ടതെന്നൊക്കെ പറയുന്നുണ്ട്. അതിലെനിക്ക് തോന്നുന്നില്ല, ചെറിയൊരു ജീവൻ്റെ അവശേഷിപ്പ് ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ ആ അടിയൊക്കെ തലയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ തലയോട്ട് രണ്ടായിട്ട് പൊട്ടി കീറിപ്പോയിട്ടുണ്ടാവും. അങ്ങനത്തെ അടിയാണ് അവനെ അടിച്ചിരിക്കുന്നത്.
പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇവന്മാരെ പെട്ടെന്ന് തന്നെ തൂക്കുകയറിലേറ്റ് തൂക്കി കൊന്നുകളയട്ടെ എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയണം. അങ്ങ് നമ്മുടെ എന്താ പറയുക, ഈ സൗദി അറേബ്യയിലൊക്കെ ഉള്ളതുപോലത്തെയുള്ള നിയമങ്ങൾ ഇവിടെയും വേണം. കഴുത്ത് വെട്ടിക്കളയണം ഈ നായിൻ്റെ മക്കളുടെയൊക്കെ. കഷ്ടമാണ്.